സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. കാരണം കഥ കേട്ട് അങ്ങനെ ഇരുന്ന് പോയി. പടച്ചോൻ്റെ ഒരു അനുഗ്രഹവും അതേപോലെ ശരിക്കും ആ ഒരു സ്റ്റേജ് ഇങ്ങനെ കണ്ടു വന്ന പോലെ ഒരു സിനിമ പോലെ കാണാമെന്ന് അറിയില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പോയി. എന്തൊക്കെയാണ് ഞാൻ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ എല്ലാം മറന്നുപോയി. അപ്പോൾ മക്കളെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാനൊരു ഉമ്മയാണ്, ഒരു 5 വയസ്സുകാരൻ്റെ ഉമ്മയാണ്. അപ്പോൾ നമ്മളെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ക്ലോസ് ആണ്. നമുക്ക് എന്ത് വന്നാലും മക്കളെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത ആളുകളാണ്. അപ്പോൾ ഈ 11 മാസമായിട്ടുള്ള മോളെ ഫീഡിംഗ് ഒക്കെ നിർത്തി അവളവിടെ ആക്കിയിട്ട് കോയമ്പത്തൂർക്ക് പോകാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അസുഖത്തിനേക്കാൾ അത് ഭയങ്കരമായിട്ട് കൂടുതൽ വേട്ടാടിയത്. അപ്പൊ ആ സമയത്ത് പിന്നെ മോള് മറന്നുപോയി എന്നൊക്കെ എഴുതിയിരുന്നല്ലോ. ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ സത്യത്തിൽ മോളെ കുറിച്ച് ഓർത്തിട്ട് തന്നെ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സിങ് ഉണ്ടായത്. പക്ഷെ എനിക്ക് റബ്ബൊരു ശക്തി തന്നല്ലോ. അതിനുശേഷം എൻ്റെ ചിന്താഗതികൾ മുഴുവൻ മാറി. അപ്പൊ മോളെ ഓർമ്മ വരുമ്പോൾ ഞാൻ ചിന്തിച്ച് ഖുർആനിലെ മനോഹരമായ ഒരു കഥയാണ്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ, മൂസാ നബി അലൈഹിസ്സലാം കുഞ്ഞായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കുഞ്ഞിനെ നദിയിലേക്ക് ഒഴുക്കാൻ അള്ളാഹ് പറയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്ത് ധൈര്യത്തിലായിരിക്കും ആ ഉമ്മ ഒഴുക്കിയിട്ടുണ്ടാവുക. കാരണം തൻ്റെ രക്ഷിതാവ് അള്ളാഹ് മുകളിലുണ്ട്, അള്ളാഹ് എൻ്റെ മുന്നിൽ എൻ്റെ കുഞ്ഞ് സുരക്ഷിതമാണ് എന്നുള്ള ഉറപ്പ് ആശ്വാസമാണ് ഉമ്മക്ക്. അത് സത്യത്തിൽ ആശ്വാസമാണ് പകരുന്നത്. അതേപോലെ ഒരു ആശ്വാസമാണ് എനിക്ക് വന്നത്. ഞാൻ ചിന്തിച്ചു, ഈ മക്കളെ എനിക്ക് തന്നത് ആരാ? അള്ളാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ ഈ ലോകത്തുള്ള എല്ലാ ബന്ധവും ഞാൻ അതായത് എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു പ്രയാസേ വന്നിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നാണ് എൻ്റെ മനസ്സിലേക്ക് ചിന്ത വരുന്നത്. അപ്പോൾ ഈ മക്കളെ എനിക്ക് തന്നതാരാ? അള്ളാഹുവാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ മോളെ ഇത്രയും മിസ്സാവാനുള്ള കാരണം എന്താ? മക്കളെ മിസ്സാവാനുള്ള കാരണം ഈ ഉമ്മ എന്നുള്ളൊരു കാരുണ്യമാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള. ഈ ഉമ്മാൻ്റെ കാരുണ്യം എത്ര? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ ശതമാനത്തിൻ്റെ എത്രയോ ചെറിയ കണികാണ്. അപ്പോൾ ആ ഒരു കാരുണ്യമാണ് ഞാൻ എൻ്റെ കുട്ടീനെ എത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കുന്നത്. അപ്പോൾ ആ മുഴുവൻ കാരുണ്യമുള്ള അള്ളാഹ് എങ്ങനെ, അള്ളാഹിൻ്റെ കണ്ണിൻ്റെ മുന്നിലാണ് എൻ്റെ 2 മക്കൾ എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അള്ളാഹു ഒരിക്കലും നമ്മളെ പ്രയാസപ്പെടുത്തൂല. നമ്മൾ മനുഷ്യരാണ് മനുഷ്യരെ പ്രയാസപ്പെടുത്തുക. എനിക്ക് ആ സമയത്ത് തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുമ്പം അറുക്കാൻ വേണ്ടിയിട്ട് കത്തി വെക്കുന്ന സമയത്ത് എന്ത് ധൈര്യത്തിലാണ് അത് വെക്കണത് അല്ലേ? അത് നമ്മൾ ചിന്തിക്കേണ്ട. ഉമ്മന്റെ കഥ നമ്മൾ ആലോചിച്ചാൽ മതി. കുട്ടി ഉണ്ടാവണത് തന്നെ കുറേ കാലത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി. എന്നിട്ട് അള്ളാഹുവിന് പറയാണ് ഇബ്രാഹിം നബിനോട് മക്കയിൽ കൊണ്ടാക്കാന്. അപ്പൊ ആരും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടാക്കി. ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഭർത്താവ് വന്നിട്ട് പറയാം മകനെ ഇറക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് പോയി പണി വെക്കാൻ പറയില്ലേ? നോക്കും ചെയ്തില്ല. അതായത് ആ ഒരു പ്രായത്തിൽ നോക്കാതെ റബ്ബിലുള്ള ആ ഒരു തവക്കലാണ്. അത് അവർ അർപ്പിച്ചൊരു ഭരമേൽപ്പിക്കലാണ് അല്ലേ? അപ്പൊ ഇബ്രാഹിം നബിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉറപ്പുണ്ടാവും, പ്രയാസപ്പെടുത്തൂല, അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തൂല എന്നൊരു ഉറപ്പ് ഇബ്രാഹിം നബിക്ക് ഉള്ളതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അല്ലേ? അതാണ്. അപ്പോൾ ആ ഒരു കഥകളൊക്കെ എന്നെ വല്ലാതെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഈ കഥകളൊന്നും എന്നോട് ആരും പറഞ്ഞു തന്നതല്ല കേട്ടോ, അള്ളാഹ് എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് തരാണ്. ചെറുതിൽ നമ്മളിങ്ങനെ പഠിച്ചു പോയ കഥകൾ ആ ഒരു സമയത്ത് എനിക്ക് രാത്രി കാലങ്ങളിലൊക്കെ ഓർമ്മ വരുന്നതാണ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ എഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് മുന്നിൽ വന്ന സത്യത്തിൽ ഒരു പ്രതിസന്ധി എന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പം നാട്ടിലെ ഞാൻ ആളുകളൊക്കെ ഹവ്വ പിന്നെ ഇങ്ങനെ രോഗം വന്ന അവള് ഭയങ്കര സ്ട്രോങ് ആണ്, ഇങ്ങനാണെന്നൊക്കെ പറയുന്നതൊക്കെ ഓരോരുത്തരും ഉമ്മനെ വിളിച്ച് പറയണൊക്കെ ഞാൻ അങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാവാൻ തുടങ്ങി. ഞാൻ എഴുതി, കാരണം നിങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത്, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യണം. കാരണം ഇന്നിലെ എൻ്റെതായിട്ടുള്ള ഒരു ശക്തിയുമില്ല, ഈ ശക്തി എനിക്ക് തരുന്നത് റബ്ബാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് ചർച്ച ചെയ്യരുതെന്ന് ഞാൻ ഒരു ദിവസം എഴുതിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുകയാണ്. മക്കളൊക്കെ അതിൻ്റെ ഇടയിൽ വന്നിരുന്നു. വീണ്ടും മക്കളെ സ്കൂള് തുറക്കാനായ സമയത്ത് ഹസ്ബൻഡ് നാട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഡോക്ടർ 30 റേഡിയേഷനും 6 കീമോതെറാപ്പിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ 90% ആണ് റിമൂവ് ചെയ്തത്, 10% അവിടെ ഉണ്ട്. അപ്പം അത് റിമൂവ് ചെയ്യണമെങ്കിൽ റേഡിയേഷനും കീമോയും വേണം.
അങ്ങനെ 1 മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റേഡിയേഷനിൽ പോകുമ്പോഴും സത്യത്തിൽ 10 മിനിറ്റാണ് റേഡിയേഷൻ ടൈം. അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഞാൻ പോയി 20 മിനിറ്റ് ആവും. 10 മിനിറ്റാണ് കാക്കുൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ കാക്കുനോട് ചോദിച്ചാൽ എനിക്ക് റേഡിയേഷൻ അധികം ചെയ്യുന്നുണ്ടോ ഇവർ അങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ അവിടെ കയറി പോകുമ്പോൾ തന്നെ അവിടെ ഉള്ളവർ മുഴുവൻ ഞാൻ ഫസ്റ്റ് ദിവസം തന്നെ കയ്യിലാക്കി. ഇവരോടും ഞാൻ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റബ്ബിനെ കുറിച്ചാട്ടോ പറയുന്നത്. ഞാൻ നിരന്തരമായിട്ട് തന്നെ ഇരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അല്ലുണ്ട്, ഞാൻ നടക്കൂല എന്ന് പറയുന്നത്. ഞാൻ 6 മാസം നടക്കൂല എന്ന് പറഞ്ഞ്. പക്ഷെ ഞാനന്ന് വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെ നടക്കാൻ ഞാനത് പഠിപ്പിച്ചിരുന്നു ഒരു പ്രത്യേക രീതിയിൽ. ഞാൻ നടക്കുന്നത് കണ്ടില്ലേ, എന്നെ അള്ള നടത്തിക്കുകയാണ് അങ്ങനെയൊക്കെ അവരോട് പറയുന്നു. അപ്പോൾ കാക്കുനോട് ഇങ്ങനെ ചോദിച്ചു ഒരു ദിവസം, ഇതെന്താ 20 മിനിറ്റ്? ഞാൻ പറഞ്ഞ 5 മിനിറ്റ് ഞാനെടുക്കും, 10 മിനിറ്റ് 5 മിനിറ്റ് തുടക്കത്തിൽ ഞാനെടുക്കും, 10 മിനിറ്റ് ഒരു റേഡിയേഷൻ, 5 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഞാനെടുക്കും 20 മിനിറ്റ്. അപ്പോൾ അത്രത്തോളം ആസ്വദിച്ചിട്ടാണ്. അപ്പോൾ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, അവിടെ പോയി കിടന്നാൽ മതി. അവർ ഒരു മെഷീനിൽ നമ്മൾ ഒന്നും അറിയില്ല. ഞാൻ അവിടെ എന്താക്കും, ഈ ഫിസിയോയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എക്സസൈസ് ഇങ്ങനെ ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഞാൻ പറയും ഈ ക്ലാസ് എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, ആ ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് അവിടെ പോയിട്ട് ഞാൻ ഉറങ്ങിയാൽ മതിയല്ലോ. തമാശയോടെ പറയണത് എന്തിനെ കുറിച്ചാ? ആണ്, ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് കിടന്നിട്ട് ഉറങ്ങും. റേഡിയേഷൻ ചെയ്ത സമയത്ത് ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ ചെറിയൊരു മയക്കം, പെയിൻ ഉണ്ടാവില്ല, ഞാൻ മയങ്ങി പോവലായിരുന്നു. കാരണം ഇത് നല്ല ഒരു പെയിനും ഇല്ല, ഒന്നും അറിയില്ല. അതൊരു MRI പോലത്തെ ഒരു മെഷീനാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടത്തിയതിന് ശേഷം അവർ ഫസ്റ്റ് ദിവസം അവർ ഫുള്ള് പോയിന്റ് ചെക്ക് ചെയ്തിട്ട് വെക്കും. ഒരു ദിവസം കുറച്ചധികം സമയം എടുക്കും. MRIൻ്റെ ഒരു സിമിലർ പ്രൊസീജിയർ തന്നെ, വേറൊരു വേർഷൻ. അപ്പോൾ തല അനക്കരുത്, അങ്ങനെ കിടന്നാൽ മതി, കണ്ണ് തുറക്കരുത്, അങ്ങനെ പറഞ്ഞിട്ട്. എനിക്ക് ബ്രെയിനായിരുന്നു, പല ഭാഗത്താകുമ്പോൾ ഓരോരോ ഭാഗത്ത് അവർ പ്രൊട്ടക്ഷനൊക്കെ വെച്ചതിന് ശേഷമാണ് ചെയ്യുക. അങ്ങനെ അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ക്യാൻസർ ഡേ എന്ന് പറഞ്ഞിട്ട് കോവയിലാണ്, ഞാൻ പറഞ്ഞില്ല, കോവയിലാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അപ്പോൾ അവിടെ നടത്തുന്നൊരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാമാണ് കേട്ടോ ക്യാൻസർ ഡേ. അത് ഒരു വെറൈറ്റി പ്രോഗ്രാമാണ്. അതായത് ഇപ്പോഴും എല്ലാ വർഷവും അവരെന്നെ വിളിക്കലുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഞാൻ പോയിട്ടില്ല, അതിൻ്റെ മുന്നത്തെ 2 വർഷം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അവിടെ ചികിത്സ കഴിഞ്ഞിട്ടുള്ള എല്ലാ ക്യാൻസർ പേഷ്യൻസിനെയും ഇവർ വിളിക്കും. എന്നിട്ട് അവർ നല്ലൊരു ഫുഡ്, ഒരു ചെറിയ മോട്ടിവേഷന്, പിന്നെ ഒരു സമ്മാനവും തരും, ഗിഫ്റ്റൊക്കെ തരും എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ. അപ്പോൾ ആദ്യത്തെ ആ പ്രോഗ്രാമിന് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് എന്നോട് എൻ്റെ കൂടെ റേഡിയേഷൻ. അവിടെയൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സായി, കാരണം ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിട്ട് ഒരുപാട് പേരുണ്ട്. അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രഞ്ജിനി ചേച്ചി പറയും. അപ്പം ഞാനിങ്ങനെ ചേച്ചീൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചേച്ചീനോട് പറഞ്ഞ് അവർക്ക് ആ പ്രോഗ്രാമിനൊന്ന് സംസാരിച്ചൂടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ എനിക്ക് സംസാരിക്കാൻ, ഞാൻ ഹാപ്പിയാണ്. എവിടെ റബ്ബിനെ കുറിച്ച് പറയാൻ അവസരം കിട്ടുന്നു അത്ര ഹാപ്പിയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞ് ചേച്ചി അവിടുത്തെ പ്രോഗ്രാം ഡയറക്ടറോട് പറഞ്ഞു അങ്ങനെ ഒരാൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ റേഡിയേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. പക്ഷേ അവരൊക്കെ എന്നെ കാത്തിരിക്കുകയാണ്, ഒരുപാട് പേഷ്യൻസ്. ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ അവിടെ പോയി, ഞാൻ ഇംഗ്ലീഷിൽ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വളരെ ഹാപ്പിയാണ്, എനിക്ക് അള്ള തന്ന ഗിഫ്റ്റാണിത്. കാരണം എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഞാൻ എല്ലാ വേദികളിലൊക്കെ പറയുന്നത് അത് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ പുസ്തകത്തില്. പൊതുവെ ഇപ്പൊ അലീബനാത്ത് ഉണ്ടല്ലോ, മറ്റേ ഓസ്ട്രേലിയക്കാരനായ ആള് മരണപ്പെട്ടു പോയി. ആളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭയങ്കര റിച്ച് ആയിട്ട് നടന്ന എല്ലാ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് ഇതേപോലെ ക്യാൻസർ വന്ന്. അപ്പൊ അയാളൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ റബ്ബിനെ തിരിച്ചറിയാൻ ക്യാൻസർ വരേണ്ടി വന്നു, ക്യാൻസറിനെ ഞാൻ ഒരു അനുഗ്രഹമായി കാണുന്നു. അതേപോലെയാണ് ഹവ്വത്തെയും പറയുക. അതെന്താന്ന് വെച്ചാല് നമുക്ക് സത്യത്തിൽ രോഗം ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ചിന്തിച്ച 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രോഗം വന്ന് മരണപ്പെടുന്ന ആളുകളും നമ്മളെ എല്ലാവരും പേടിക്കുന്നത് എന്താ? മരണത്തിനാണ്. അപ്പോൾ
രോഗം പെട്ടെന്ന് ഏത് നിമിഷവും നമ്മൾ മരണപ്പെട്ടു പോകാം. പക്ഷെ രോഗം വന്ന് മരണപ്പെടുന്ന ആളുകൾക്ക് രോഗം വരുമ്പോൾ അതൊരു മുന്നറിയിപ്പ് കൊടുക്കാനല്ലേ, അല്ലേ, ഒരു അലേർട്ടാണ്. സമയം കഴിയാനായിട്ടുണ്ട്. ഇപ്പൊ എക്സാം പെട്ടെന്ന് 2-3 ദിവസത്തിൽ എക്സാം ആണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കുക? അതായത് നമ്മളെ ഉള്ളിൽ തന്നെ നമ്മളെ ഒരുപാട് അല്ലേ, നമ്മൾ ആ ഒരു ജീവിതത്തിനെ റിവൈൻഡ് ചെയ്തു. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുണ്ട് അതെല്ലാം തിരുത്താൻ ശ്രമിച്ചു, എന്തെല്ലാം ചെയ്യാനുണ്ട് അതൊക്കെ എനിക്കറിയില്ല എത്ര ദിവസം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആ ഒരു ജീവിതത്തിൽ ആ ദിവസത്തിന് ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കാനില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു കാര്യം പിന്നെ ഞാൻ ചിന്തിച്ചു, വേണമെങ്കിൽ അള്ളാഹ്ക്ക് ഒറ്റയടിക്ക് എന്നെ വീഴ്ത്തായിരുന്നു, ഒറ്റയടിക്ക് ഞാൻ മരണപ്പെട്ടു പോയിരുന്നത്. അത്രയും സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലേക്ക് എത്തിയ അവസ്ഥയാണ്. എൻ്റെ രോഗം തേർഡ് സ്റ്റേജിൽ നിന്ന് ഫോർത്ത് സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കും ഇതാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വെറൈറ്റിയാണ് എനിക്ക് വന്നത്. അപ്പോൾ വേണമെങ്കിൽ അള്ളാഹ്ക്ക് ഏത് സമയം ഒന്ന് വീഴ്ത്തായിരുന്നു. ഞാനിത് അറിയുന്നതിൻ്റെ തലേ ദിവസം സ്കൂട്ടർ ഓട്ടിയിട്ടുണ്ട്, ലാഡർ ഇട്ടിട്ട് ഫാന് തുടച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ തല കറങ്ങി വീഴാമായിരുന്നു. ഒന്നും ഉണ്ടായില്ല. ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നവരെ എൻ്റെ ബോധം പോയിട്ടില്ല. വേണമെങ്കിൽ അള്ളാഹ്ക്ക് അപ്പം തന്നെ എന്നെ വീഴ്ത്താ ഞാനൊരു പക്ഷെ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചറിവ് ഉണ്ടാവുമായിരുന്നു? ഇല്ല. ഇതപ്പം അള്ളാഹ് എനിക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ. നിങ്ങൾക്ക് മാത്രമല്ല, കാരണം ഈ പുസ്തകം വായിച്ച ഒരുപാട് ആളുകൾക്കും പിന്നെ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ പഠിച്ചോൻ്റെ ആ ഒരു അനുഗ്രഹം ഇപ്പം ഞാൻ കേട്ടിരുന്നു പോയി അറിഞ്ഞില്ലേ, ശരിക്കും ഒരു പുനർജീവൻ കിട്ടിയൊരവസ്ഥ തന്നെയല്ലേ. കാരണം നമ്മൾ പഠിച്ചോന്നും ചിന്തയില്ലാതെ ലോകപരമായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. ഞാൻ സത്യത്തിൽ മുന്നോട്ട്, അതായത് ഞാൻ ആ ഒരു സമയത്ത് നമ്മളെ പ്രാർത്ഥനയിൽ എല്ലാവരും രോഗം മാറണേന്നല്ലേ പ്രാർത്ഥിക്കുക. ഞാൻ ആ പ്രാർത്ഥന അല്ലായിരുന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ റെഡി ആയി നിൽക്കുക മരണത്തിന്. അങ്ങനെ കിടക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നും ചുറ്റും മലക്കുകളുണ്ട്, ഞാനൊരു പൂന്തോട്ടത്തിലാണ് കിടക്കുന്നത്. കാരണം ഞാൻ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടുള്ള പ്രശ്നങ്ങൾ തീർത്തു, എല്ലാം തീർത്തു. ഞാൻ വളരെ ഫ്രീ ആണ് അന്ന്. ഇന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട് അതിലേക്ക് ഞാൻ വരാം. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റബ്ബിലേക്ക് വിട്ട് ഹാപ്പി ആയിട്ട് കിടക്കുക മരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഉറക്കം അത്രയും സുന്ദരമായിരുന്നു. അപ്പം ഞാനിങ്ങനെ കിടക്കുന്ന സമയത്തൊക്കെ എനിക്ക് അത്രയും ഞാൻ ഫ്രീ ആണ്. അപ്പം ഞാൻ ഒരിക്കലും ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതായത് ഞാൻ എല്ലാം ഇതായിട്ട് ഞാൻ നേരെ സ്വർഗത്തിലേക്ക്, അതായത് റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന. അതേപോലെ ഞാൻ ഒരു ദിവസം പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ അറിഞ്ഞ റബ്ബിനെ ഞാൻ മറന്നു പോകുന്നോ ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. ഈ ഒരു ദിവസങ്ങളിൽ തന്നെയാണ്. ആ സമയത്ത് എൻ്റെ ഒപ്പാണ് എന്നോട് പറഞ്ഞ അങ്ങനെ കരയണ്ട, പിന്നെ അത് അങ്ങനെ ഉണ്ടാവൂല, റബ്ബ് മറപ്പിക്കൂല അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതായിരുന്നു എൻ്റെ പ്രയാസം അന്ന്. അപ്പം എൻ്റെ വല്യമ്മ എന്നോട് ഒരു ദിവസം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ് തിരിച്ച് എൻ്റെ മക്കളെ നോക്കാനും തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കാനും വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറഞ്ഞു തരിക. സമയത്ത് പോലും ഞാൻ എൻ്റെ മനസ്സിന് അതുപോലും വരുന്നില്ല. അതായത് റബ്ബ് തന്നൊരു ഗിഫ്റ്റാണിത്. ആ ഗിഫ്റ്റ് ഞാൻ സ്വീകരിച്ച് ഞാൻ നിൽക്കുകയാണ്. അതിൽ അള്ള എന്ത് ആക്കിയാലും ഞാൻ അള്ളാൻ്റെ തീരുമാനം എന്താണ് ആ തീരുമാനത്തിൽ എനിക്ക് ഹാപ്പിയാണ് ഞാൻ എന്നുള്ള ഒരു ലെവലിലായിരുന്നു ഞാൻ നിന്നത്. ആ ഒരു ദിവസങ്ങളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു അത്ഭുതം ഉണ്ടായിരുന്നത്. അതായത് നമ്മളെ ഈ കൈയിന്റെ വിരൽ ആദ്യം ഇളകുകയാണെങ്കിൽ പതിയെ ഈ മുകളിലത്തത് വരും. അതുകൊണ്ടാണ് ആനന്ദ് അതിനെ മിറാക്കിൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതും ഫിസിയോതെറാപ്പി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴാ വരിക എന്നുള്ളത് ആർക്കും അറിയില്ല. അത് എപ്പോഴും ആനന്ദ് പറയുന്നത്, എപ്പോഴാ ഇത് വരിക എന്ന് നമുക്ക് അറിയില്ല, അത് നമ്മളെ കയ്യിലുള്ളതല്ല. അപ്പോൾ ഞാനൊരു ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണാണ്. അപ്പോൾ സ്വപ്നത്തിൽ ഞാൻ 3 ആളുകളെ സാന്നിധ്യം കാണാണ്. അപ്പോൾ അവരെന്നെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഉറക്കത്തിൽ എനിക്കിങ്ങനെ തോന്നുന്നു, എനിക്ക് പരിചയമുള്ള എൻ്റെ അടുത്ത് എന്നെ നോക്കുന്ന 3 ആളുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 3 ആളുകൾ എന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ നെഞ്ഞിലേക്ക് ഒരു ഭയങ്കര ശക്തി വന്നിട്ട് പതിക്കുകയാണ്. ഞാൻ ആ ശക്തി വന്ന് പതിച്ചപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ അടുത്തുനിന്ന് ഞാൻ മരിക്കുകയാണ് എന്നാണ്, റൂഹ് അള്ള എടുക്കുകയാണ് എന്നുള്ളൊരു അത്ര ശക്തിയായിട്ടാണ് നെഞ്ഞിലേക്ക് ഒരു വെളിച്ചം വന്ന് പതിക്കുക. അതോടെ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കലിമ ചെല്ലുന്നുണ്ട്.
ഞാൻ കലിമ ചെല്ലുന്നുണ്ട്, ശരിക്കും കലിമ ചെല്ലുന്നുണ്ട്. പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാക്കു എനിക്ക് ബാത്റൂമിൽ പോകണം പറഞ്ഞു. കാക്കു എന്നെ അങ്ങനെ മെല്ലെ ബാത്റൂമിൽ കൊണ്ടുപോയി. കാക്കു അവിടെ എന്നെ അങ്ങനെ താങ്ങി ഒരു സൈഡിലെത്തി. രാത്രി കാക്കു എനിക്ക് വെള്ളവും, എനിക്ക് വിശപ്പ് കൂടുതലായി മരുന്ന് കഴിക്കൊണ്ട്. അപ്പോൾ ഈ നട്ട്സും എന്തെങ്കിലും രാത്രി വെക്കും കഴിക്കാൻ. അപ്പോൾ എനിക്ക് അത് കഴിക്കാൻ വേണ്ടി തന്ന് കാക്കു അടുക്കളയൊക്കെ പോയി. അതായത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അത് വലത്തെ ഈ കയ്യിൽ ഈ ഒരു ഭാഗത്ത് ഒരു ചൊറിച്ചിൽ വന്നാൽ ചൊറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ കാക്കു എന്നോ പറഞ്ഞു വെള്ളം എന്തോ എടുത്തിട്ട് വരാ പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയി. ആ സമയത്ത് എനിക്ക് വല്ലാണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെട്ട് ഈ വലത്തെ കയ്യിൽ നിന്ന്. ചൊറിയാൻ ഞാൻ കുറെ നേരം കാക്കു കാക്കു എന്ന് വിളിക്കുന്നുണ്ട്. കാക്കു ഇപ്പൊ വരാന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ചൊറിച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ മെല്ലെ 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 നോക്കുമ്പോ എന്റെ കൈ ഇളകുക. നോക്കി ഞാൻ അങ്ങനെ നോക്ക്, കൈ ഇളകി അങ്ങോട്ട്. അപ്പൊ ഞാൻ ഉറക്കം വിളിച്ചു കാക്കുനെ. ഇങ്ങനെ ഇത് ചൊറിഞ്ഞു ചൊറിഞ്ഞ്. അപ്പൊ ഞാൻ ബാത്റൂമിൽ പോകുന്നതിന് മുന്നേ ഞാൻ കാക്കുനോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ട് കാക്കുന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ കാക്കുനോട് ചോദിച്ചു എന്താണെന്ന്. ഞാൻ പിന്നെ പറയാം, കാരണം ഒരു എനിക്കൊരു എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണല്ലോ. അപ്പൊ ഞാൻ അത് എന്താ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന്. അതിനുശേഷമാണ് ഈ സംഭവം. അപ്പൊ ഇങ്ങനെ ചൊറിഞ്ഞ് കൈ ഇവിടം വരെ എത്തി. അതായത് എന്റെ ഈ ഷോൾഡർ മൂവ്മെന്റ് വന്നതാണ്. അതായത് ഇളകാതെ നിന്ന കൈ ഇവിടം വരെ ചൊറിഞ്ഞെത്തി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാക്കു വന്ന് കാക്കു അത്ഭുതപ്പെട്ട് കാക്കുനോട് ഞാൻ പറഞ്ഞു, കാക്കു ഇത് ശരിയാണോ, നമുക്കൊരു വീഡിയോ എടുത്തു നോക്കാം, ഇത് ശരിയാണോ, വിശ്വസിക്കാൻ പറ്റാതെ സ്വപ്നാണോ, വീഡിയോ എടുത്തു നോക്കാം. അങ്ങനെ കാക്കു വീഡിയോ എടുത്ത് വീണ്ടും നമ്മൾ വെച്ച് നോക്കി എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കൈ ഇവിടെ തൊടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ രാത്രി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് രാവിലെ എൻ്റെ ഒപ്പനോട് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫോണിൽ ഒരു 5 മണിയായപ്പോഴത്തേ എൻ്റെ ഒപ്പന ഉപ്പാണെങ്കിൽ രാത്രിയൊക്കെ വിളിക്കുന്ന സമയത്ത് വല്ലാത്ത അവസ്ഥയിലല്ല പേടിച്ച്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ഈ വീഡിയോ അയച്ചു കൊടുത്തു. ആ വീഡിയോ ഞാൻ നമ്മൾ രാത്രി എടുക്കുന്ന ഡ്രസ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാളെ കാണിക്കാനത് പറ്റിയിട്ടില്ല. പക്ഷെ അത് അയച്ചു കൊടുത്ത സമയത്ത് സുബ്ഹാനല്ലാഹ്, റബ്ബ് എന്താണ് എന്ന് വീണ്ടും നമുക്ക് എനിക്ക് മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും കൂടി കാണിച്ചു കൊടുക്കുന്നു. പിറ്റേ ദിവസം എൻ്റെ ഉപ്പ ഒരു ക്ലാസ് പോലെ ഒരു ഖുറാൻ ക്ലാസ് എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഇടണ്ടായി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം അത് എഴുതി. അപ്പോൾ അതൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ പറഞ്ഞ ഒരു സ്വാതിക എന്ന് പറഞ്ഞൊരു പെൺകുട്ടിന്റെ ഒരു അനുഭവം ഉണ്ട്. ബുക്ക് ഫുള്ളായിട്ട് വായിക്കുന്ന ആളുകൾക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ 30 റേഡിയേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഈ വന്ന ചലനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അപ്പോൾ ആനന്ദ് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ ബ്രെയിനിനൊന്ന് കാണണം, എനിക്ക് നിങ്ങളെ ബ്രെയിനിനെ കാണണം, അവൻ ഭയങ്കര ബ്രില്യൻ്റാ. അപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. വളരെ അവരിങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഡോക്ടർ എല്ലാം അപ്പം ഞാൻ അവരോട് പറയും ഞാൻ ഓക്കെയാണ്. പക്ഷെ ഈ മൈന്യൂട്ട് ചേഞ്ചസ് ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഞാൻ ഓക്കെയാണെന്ന് അവരോട് പറയണേ. അപ്പോൾ ആനന്ദ് ശ്രദ്ധിച്ച് ഒരു പ്രാവശ്യം MRI എടുക്കണം എന്ന് ആനന്ദ് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട 3 മാസം കഴിഞ്ഞിട്ട് എടുക്കാം, നമുക്ക് ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ സർജറി ചെയ്യുന്ന ഡോക്ടർ വേറെ, പിന്നെ ഓങ്കോളജി ഡോക്ടർ വേറെ, ന്യൂറോളജിൻ്റെ. അപ്പോൾ എനിക്ക് അടുപ്പിച്ച് എപ്പിലെപ്സി വരാൻ തുടങ്ങി കയ്യിൽ ഇങ്ങനെ. ആ സമയത്ത് അത് അടുപ്പിച്ച് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ എന്താക്കി ഡോക്ടർ ഒരു ന്യൂറോളജിസ്റ്റ് തന്നെ എപ്പിലെപ്സിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് മൂപ്പരടുത്തേക്ക് അയച്ചു. മൂപ്പരൊരു മരുന്ന് മാറ്റി തന്നു. പക്ഷെ മൂപ്പരത് ശ്രദ്ധിച്ചില്ല. ഇത് ബ്രെയിൻ സർജറി ചെയ്ത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. മൂപ്പരത് കാര്യമായിട്ട് എടുത്തില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മളും ഉണ്ടാക്കിയില്ല കൂടുതൽ. പക്ഷെ ആനന്ദ് വീണ്ടും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ
ഒരു ദിവസം ഞാനിങ്ങനെ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഫിസിയോതെറാപ്പിയിൽ പരിചയപ്പെട്ടൊരു പെൺകുട്ടീനെ കുറിച്ചിട്ട് എഴുതുക, അവളുടെ പുഞ്ചിരി എന്ന് പറഞ്ഞ ഹെഡിങ് ആയിട്ട് എഴുതുക. അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ കണ്ണാടി പോയിട്ട് ഒന്ന് ചിരിക്കാൻ തോന്നി. അത് ഞാൻ കണ്ണാടി പോയി ചിരിക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, ചിരിക്കാൻ കഴിയുന്നില്ല. ഇല്ല, ഈ കവിള് ചിരി വരുന്നില്ല. ഇല്ല, ഇപ്പൊ ഇതിന്റെ ഏരിയ ആണല്ലോ, ഞാൻ ഡെന്റിസ്റ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് എന്തോ ഒന്നുണ്ട്. ഞാൻ കാക്കുനെ വിളിച്ച് അപ്പൊ തന്നെ എന്റെ തടി കൂടുന്നുണ്ട്. എന്റെ ഉപ്പാക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ ഉപ്പ എന്നോട് വന്ന് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, നമുക്കൊന്ന് ഇതാക്കണോ, അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. അതാണ് ഞാൻ ഭയങ്കര ഓവർ പോസിറ്റീവ് തന്നെ. ഞാൻ ഒരു കുഴപ്പം എനിക്കില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അറിഞ്ഞ് ആനന്ദിനെ വിളിച്ച് ആനന്ദ് പറഞ്ഞ് ഇപ്പം MRI എടുക്കണം എന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വീണ്ടും സീഷർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പിന്നെയും ഗുളിക തരുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആരോട് പറയാതായി ലാസ്റ്റ്. അങ്ങനെ ഇത് കണ്ട സമയത്ത് ആനന്ദ് പറഞ്ഞ് ഇപ്പം തന്നെ MRI വേണമെന്ന്. അങ്ങനെ ഉപ്പാനെ വിളിച്ച് ഉപ്പ ഉടനെ പാലക്കാടായിരുന്നു, ഉടനെ പെട്ടെന്ന് വന്നു. വെള്ളിയാഴ്ച ആയിരുന്നു അത്. അങ്ങനെ പള്ളിയിൽ പോലും കയറാണ്ട പെട്ടെന്ന് എത്തുന്നത്. എത്തിയ സമയത്ത് 3 ഡോക്ടറെ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ ഈ ഒരു ന്യൂറോളജിസ്റ്റ് ആണ് കേട്ടോ. ഇവരുടെ അടുത്ത് ചെറിയ മിസ്റ്റേക്ക് അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പം MRI എടുക്കേണ്ട, ഇതൊക്കെ ബ്രെയിൻ സർജറി കഴിഞ്ഞാലുള്ള സ്ഥിരമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പറഞ്ഞു പറ്റൂല, MRI വേണം. അങ്ങനെ MRI നമ്മൾ ഇതാക്കി വാങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യം ഡോക്ടർ, അതായത് ഓങ്കോളജിസ്റ്റ് മൂപ്പര് പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്താ അപ്പോൾ അവിടെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു. ഡോക്ടർ എന്നോട് എന്താ പറഞ്ഞറിയോ, ഒന്ന് കണ്ണടക്കിന്ന് പറഞ്ഞു. ഈ കണ്ണ് ഇടത്തെ കണ്ണടയ്ക്കാൻ പറഞ്ഞു. ഇവിടെ ഇളകുന്നില്ല, ഇടത്തെ കണ്ണടയ്ക്കാൻ പറഞ്ഞു. അവൻ അടയ്ക്കാൻ പറ്റുന്നുണ്ട്. ഐബ്രോ പൊക്കാൻ പറഞ്ഞു, പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി തൊട്ടടുത്തത് എന്താ, ഇതിന്റെ കണ്ണിന്റെ നമ്മളെ ഈ കണ്ണിന്റെ ഇളക്കം കണ്ണടയ്ക്കാനും തുറക്കാനും. അപ്പൊ കണ്ണ് ഒന്നുകിൽ തുറന്നു പോകാൻ മതി അല്ലേ, ഇവിടെ അങ്ങോട്ട് അത് എനിക്ക് പെട്ടെന്ന് പോയി കണക്റ്റായി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ MRI നോക്കുമ്പോൾ 3 ദിവസത്തേക്ക് അവിടെ MRI ഹോസ്പിറ്റലിലില്ല. അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു ഡോക്ടർ ഉണ്ട് ഇതിൻ്റെ ഒക്കെ ത്രൂ ആയിട്ട്. ഡോക്ടർ കർപ്പാകം എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ആ ഹോസ്പിറ്റലിലത്തെ അതല്ല, പക്ഷെ നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ പുതിയ മെഡിക്കൽ കോളേജിൽ ഒരു പുതിയ MRI മെഷീൻ ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് MRI എടുക്കാൻ വേണ്ടിയിട്ട്. നോമ്പാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോഴും അവിടെ കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം അവർക്ക് മറ്റേ ആളുകളെ പോലെ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ഞാൻ MRI എടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടികൾ ഇത് കണ്ടിട്ട് പേടിച്ചു. അപ്പം ഇവരിന്നെ കംഫേർട്ട് ആക്കുന്ന പോയിട്ട് അവര് നോക്കുമ്പോൾ 6.5 സെന്റിമീറ്റർ വലുപ്പത്തിൽ ഒരു വെള്ളത്തിന്റെ കുമിള അതേ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. ട്യൂമറിന്റെ അതേ പ്ലേസിൽ ട്യൂമർ ഉണ്ടായ അതേ റേഡിയേഷന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട്. അപ്പൊ അത് കണ്ടിട്ട് ഈ കുട്ടികൾ പേടിച്ചു, അങ്ങനെ കുട്ടികൾ പേടിച്ച് ഇവര് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഇവരോട് തമാശ പറയുമ്പോൾ ഇവര് ചിരിക്കുന്നില്ല. അപ്പൊ തന്നെ എനിക്ക് ആകെ അസ്വസ്ഥായി. അവിടെ എനിക്ക് ആകെ അസ്വസ്ഥായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, കാക്കു ഇതെന്താ ഈ കുട്ടികൾ എന്നോട് ചിരിക്കാത്തത്, ഇവരെന്താ ഒരു സുഖമില്ലല്ലോ, മറ്റോരെ പോലെ അല്ലല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞാൻ. അപ്പൊ കാക്കു ഒന്നും എന്നോട് മിണ്ടുന്നില്ല. കാക്കു എന്നെ റൂമിലേക്ക് കൊണ്ടു, കാക്കു അറിഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ. എന്നിട്ട് ഉള്ളിൽ കാക്കുന്നെ അപ്പൊ ഇവർ ഡോക്ടർ ഈ റേഡിയോളജി ഡോക്ടർ ഇത് കണ്ടപ്പോൾ ഉടനെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞു. അങ്ങനെ റേഡിയേഷന് ഉടനെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഇവർക്ക് എന്നോട് ഇത് ഡയറക്റ്റ് പറയാൻ പറ്റുന്നില്ല, ധൈര്യമില്ല. അപ്പൊ ഇവര് ഫസ്റ്റ് എന്താക്കി, എന്നെ വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് കാക്കുന്നെ കൊണ്ടുപോയി അവിടെ ഒന്ന് ഇതാക്കി. അന്ന് രാത്രി കാക്കു ഉറങ്ങിയിട്ടില്ല. കാക്കുൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. ശരീരത്തിന് ശക്തമായിട്ട് എനിക്ക് വേദന വരുന്നുണ്ട്, തലവേദന ഉണ്ട്, രണ്ടാമത്തേന് കേട്ടോ, അസ്വസ്ഥത ഉണ്ട്, ഒരു വല്ലാത്ത വോമിറ്റിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെ കാക്കു അന്ന് രാത്രി ഉറങ്ങാണ്ട് ഇങ്ങനെ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നേരത്തെ ഉപ്പ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ രാവിലെ, എനിക്ക് മുന്നേ ചുരിദാറൊന്നും ഇടാൻ പറ്റൂല, ആ അടുത്താണ് എനിക്ക് ചുരിദാർ വാങ്ങിക്കൊണ്ടുവന്നത്. ഞാൻ ആ ചുരിദാർ കാക്കുനെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് ഞാൻ ഉപ്പനോട് ഉപ്പ ഞാൻ ചുരിദാർ ഇട്ട് ഉപ്പ ഉഷാറായി എന്നൊക്കെ പറയും. ഉപ്പന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ഞാൻ അറിയുന്നില്ല, ഇവരറിഞ്ഞിട്ടുണ്ട്. ഇവരോട് പറയുന്നത് എന്നെ എങ്ങനെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ്. അങ്ങനെ എന്നെ ഫസ്റ്റ് ഇവർ കൊണ്ടുപോയി ആനന്ദിന്റെ അടുത്താണ് ഏറ്റവും ഞാൻ കംഫർട്ടബിൾ. ആനന്ദിന്റെ കൂടെ ഇവിടെ ഫിസിയോതെറാപ്പിയിലാക്കി. ആനന്ദും ഇവരെ കൂടെ ഓടുകയാണ്, പേപ്പർ പിടിച്ച്. ഇവരെന്തിനാണെന്ന് വെച്ചാൽ എന്നെ എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അങ്ങനെ ഈ റിപ്പോർട്ട് കൊണ്ടുപോയി ഡോക്ടറെ കാണി. എൻ്റെ സർജൻ ഉള്ളത് ദുബൈയിലാണ്, ദുബായില്. അന്നുള്ളത് അഡ്മിറ്റ് ചെയ്യുന്ന ദിവസം. അങ്ങനെ വേറൊരു ഡോക്ടറെ ഇതില് എന്നെ അവിടെ അഡ്മിറ്റ് ആക്കുന്ന എന്നോട് വന്ന് പറയുന്നത്, ഫിസിയോതെറാപ്പിയിലൊരു ഹെഡ് ഉണ്ടായിരുന്നു, രമേശ് സാറാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, നിങ്ങൾക്ക് വീണ്ടും ഇത് ഇളകുന്നില്ലല്ലോ, അപ്പം എന്തെങ്കിലും ബ്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും, ചെറുത് എന്തെങ്കിലും ആയിരിക്കും, അപ്പൊ നമുക്ക് നോക്കാം, ഡോക്ടർ നമുക്ക് ജസ്റ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് മെഡിസിൻ എന്തെങ്കിലും എടുത്താലേ നോക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വേറൊരു ഡോക്ടറുടെ സർജന്റെ മുന്നിൽ ഇങ്ങനെ കാത്തിക്കുമ്പോൾ ആനന്ദ് കൂടണ്ട, ആനന്ദ യാത്ര മുഴുവൻ ഞങ്ങളൊരു ബ്രദറായിട്ടോ കൂടെ നിന്നത്. എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ആനന്ദിനെയും കാക്കുനെയും കാണാതെ നിൽക്കാൻ പറ്റില്ല. അവൻ ലീവ് എടുക്കുന്നത് പറ്റൂല, അവൻ വീട്ടിലേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് ചെവിക്കും, കാണാതെ നിൽക്കാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെ എടുത്തുക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഓ ഇനി ഡോക്ടർ ഒരു സർജറി ഒന്നും ചെയ്യാൻ പറയൂലേക്കൂലേ എന്ന് ഞാൻ വെറുതെ പറഞ്ഞു. അപ്പോൾ അവന് പെട്ടെന്ന് ഓന് എന്താ ഉത്തരം എന്നോട് പറയേണ്ട അറിയില്ല, പക്ഷെ അവൻ ഇങ്ങനെ നിന്ന്, അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല സർജറി ഒന്നും വരുമെന്ന്. പക്ഷെ എന്നെ അപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ എന്നെ കാണാൻ വരുന്നത് ഓങ്കോളജി സുബ്രഹ്മണ്യ സാർ എന്റെ മുഖത്ത് നോക്കുന്നില്ല, സാർക്ക് എന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. സാർ എന്നോട് പറഞ്ഞു, പിന്നെ അവിടെ ചെറിയൊരു വെള്ളത്തിന്റെ സിസ്റ്റം ഉണ്ട്, ഇങ്ങനെ വാട്ടർ ഫീൽഡ് സിസ്റ്റം ഉണ്ട്, നമുക്കത് പിന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് അത് എടുക്കാം, അങ്ങനെ പറഞ്ഞു, എടുക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർക്ക് എന്നെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് ഡോക്ടറെ PA പറഞ്ഞ ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് അപ്സെറ്റ് ആയി പോയി. കാരണം ഞാൻ ഡോക്ടർ ഏറ്റവും ഫേവറേറ്റ് പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ ഡോക്ടർക്ക്, അതായത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ട് ഇവരെല്ലാവരും അപ്സെറ്റ് ആണ്. എൻ്റെ ഉപ്പ പ്രകാശനത്തിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഉപ്പ തിരിച്ചു വീട്ടിൽ പോയി ഉറക്കെ കരഞ്ഞു എന്ന്, വീട്ടിൽ നിന്ന് സഹിക്കാൻ പറ്റാതെ. അതായത് എന്റെ മുന്നിൽ നിന്ന് ഇവർക്ക് ആർക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവരൊക്കെ എന്നെ നല്ലോണം പറ്റിച്ചു. എന്താ അറിയോ, ചെറിയൊരു ഇതിട്ടിട്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ച് വലിച്ചെടുക്കുകയാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഈ ഡോക്ടർ, ദുബൈയിലുള്ള ഡോക്ടർ, ഇവര് വിളിച്ച് എനിക്ക് വേണ്ടിയിട്ട് ദുബൈയിൽ നിന്ന് നാട്ടിലെത്തിയ ദിവസം ശനിയാഴ്ച ഞങ്ങൾ അഡ്മിറ്റ് ആവുന്നു, ഞായറാഴ്ച ഡോക്ടർക്ക് ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യം പോലും ഇല്ല. ഡോക്ടർ നാട്ടിലെത്തി, ഹോസ്പിറ്റലിലേക്ക് അന്ന് ഡോക്ടർ എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന് തിങ്കളാഴ്ച രാവിലേക്കുള്ള അപ്പോയിൻമെന്റ് ഫിക്സ് ആക്കിയിട്ടാണ് ഡോക്ടർ പോകുന്നത്. അപ്പോൾ തലേന്ന് രാത്രി ഞാൻ ചോദിക്കുന്നുണ്ട്, ആദ്യത്തേന് കംപ്ലീറ്റ് ആയിട്ട് മുടി കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോട് പറയുന്നുണ്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇപ്രാവശ്യം മുടി എടുക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരു പറഞ്ഞേ വേണ്ട, അത് കുറച്ചെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എൻ്റെ മുടിയൊന്നും ആ സമയത്ത് കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ട് ഒക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അതായത് ആദ്യത്തെ ഒരു ഇതിൽ നിന്നും കംപ്ലീറ്റ് വ്യത്യസ്ത, ഇവരെല്ലാരും എന്നെ ഒരു സേഫ് സോണിൽ നിർത്തിയിട്ടാ പറഞ്ഞത്. സർജറി വിളിക്കുന്നവരോടൊക്കെ ഞാൻ അങ്ങോട്ട് പറയുകയാണെങ്കിൽ എന്തിനാ പ്രശ്നം, ഇതൊരു ചെറിയൊരു ഇതാണ്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് മുന്നിലൊരു അപ്പോഴാണ് സുരേഷ് സാറ് വന്ന സമയത്ത് പറഞ്ഞു, ഇത് ഓപ്പൺ ചെയ്യാതെ പറ്റൂല, അപ്പോഴും ചെറിയൊരു ഓപ്പണിങ് എന്നാണ്, ഇത് ഓപ്പൺ ചെയ്യാതെ പറ്റൂല എന്ന് ഡോക്ടറിനോട് പറഞ്ഞു. പക്ഷെ അപ്പൊ എനിക്ക് മനസ്സ് തോന്നി, ഞാനിത് എല്ലാവരോടും എഴുതുന്നുണ്ട് ദിവസം അല്ലെ, പ്രതിസന്ധികളെ തരല്ലേ, ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നൊരു പ്രതിസന്ധിനെ ഞാൻ അവസരമാക്കി മാറ്റുകയാണ്, അങ്ങനെയൊക്കെ ഞാൻ പാട്ടൊക്കെ പാടി കഥകളൊക്കെ ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ആളാണ് ഞാൻ. അപ്പം എൻ്റെ മുന്നിൽ ആണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിലെന്തോ ഒരു ഹൈറല്ല തന്നിട്ടുണ്ടെന്ന് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. അത് ഇതിലെന്തോ ഹൈറല്ല തന്നിട്ടുണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിൽ എന്തായാലും ഇവർ എന്നെ അനസ്തേഷ്യ ചെയ്യുന്ന സമയം ഇനിയിപ്പോൾ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ കുഴപ്പമില്ല, ഞാനെല്ലാം ക്ലിയർ ആക്കിയതല്ലേ, ഞാൻ അള്ളാൻ്റെ അടുത്ത് പോവല്ലേ. ഞാൻ ചിരിച്ചിട്ട് തന്നെ രാവിലെ എൻ്റെ ഉപ്പാൻ്റെ കയ്യിലും എല്ലാവരുടെ അടുത്തും കയ്യിൽ പിടിച്ച് ഞാൻ എൻ്റെ ഉപ്പൻ്റെ അടുത്ത് പറഞ്ഞ്, നമുക്ക് എന്നോട് ഇനി ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ രണ്ടാമത് ഞാൻ ചോദിച്ചിൻ്റെ കൈ പിടിച്ച് എല്ലാവരോടും കയ്യിലൊക്കെ പിടിച്ച സമയത്ത് എൻ്റെ ഉപ്പനോട് പറഞ്ഞു, എനിക്ക് അഭിമാനാണ്, ഇങ്ങനൊരു മകളുടെ നീ എൻ്റെ മോളാണ് എന്നുള്ളത് എനിക്ക് അഭിമാനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ കലിമ ചൊല്ലിയിട്ട് തന്നെ ഓട്ടിയിലേക്ക് പോകുന്നത്. ആ സമയത്ത് എന്നെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കുടുംബങ്ങൾ കൂടിയല്ലോ, ആ ഹോസ്പിറ്റലിലുള്ള ആളുകള് എൻ്റെ ഉള്ളിലേക്ക്, ഫിസിയോതെറാപ്പിയിലുള്ളവരൊക്കെ അവർക്കൊക്കെ ഉള്ളിൽ കയറാൻ പറ്റുമല്ലോ, ആനന്ദ് ഉള്ളിൽ എന്നെ ആക്കുന്നവരെ ആനന്ദിന്റെ കൈ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. പേടിക്കണ്ട. എന്നിട്ട് ആനന്ദ് എന്നോട് പറഞ്ഞ്,
എൻ്റെ ഭാഷയിലായി ആനന്ദ് സംസാരിക്കുക. ഞാൻ വളരെ ഇതിലായിരുന്നു. കുറച്ച് നേരം ഉറങ്ങി വരികയല്ലേ, നിങ്ങൾ കുറച്ചു നേരം പോയിട്ട് സുഖമായിട്ട് ഉറങ്ങിയിട്ട് വരി. റേഡിയേഷനൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്ന ഒരു ഭാഷയിൽ അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത്ര തന്നെ ഉള്ളൂ ആനന്ദ് എന്ന് പറഞ്ഞ്. ആദ്യത്തെ സർജറിക്ക് അനസ്തേഷ്യ തന്ന അതേ ഡോക്ടറായിരുന്നു. ഡോക്ടറോട് ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തി. ഡോക്ടർക്ക് ഓർമ്മ ഉണ്ടോ, ഞാൻ 3 മാസം മുന്നേ ഇവിടെ 4 മാസം മുന്നേ ഇങ്ങനെ ഇതാക്കിയതാണ് ആണോ എന്നൊക്കെ ചോദിച്ചു ഡോക്ടർ. ഞാൻ ഡെന്റിസ്റ്റ് ആണ്, ഡോക്ടർ തന്നെയാണ് എനിക്ക് ഇത് തന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ അതേപോലെ സുരേഷ് സാറ് വന്ന് എന്നോട് പറഞ്ഞു ഓക്കെ അല്ലേ, നമുക്ക് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഡോക്ടർ അനസ്തേഷ്യ തരൂട്ടോ പറഞ്ഞു. സാധാരണ പോലെ ഉറങ്ങി വീണ്ടും എണീറ്റു. എണീറ്റ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് എന്തോ എനിക്ക് എല്ലാവരെയും കാണണം എന്ന് തോന്നി 2ാമത്തെ പ്രാവശ്യം. അങ്ങനെ സർജറി സക്സസ് ആയി. അൽഹംദുലില്ലാ ആ സർജറിയും സക്സസ് ആയിരുന്നു. അത് തിരിച്ചറിയാൻ ഒരു 4 ദിവസം കൂടി വൈകിയിരുന്നെങ്കിൽ കോമയിലേക്ക് പോകുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എൻ്റെ മുന്നിൽ ചിരിച്ചതല്ലാണ്ട് ആനന്ദിൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആനന്ദ് സാറ് വളരെ അപ്സെറ്റ് ആയിരുന്നു. കുറേ നേരം എൻ്റെ MRI ഇട്ടിട്ട് അവൻ ലാപ്ടോപ്പിലിട്ട് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു അതും നോക്കിയിട്ട്. അപ്പോൾ അവളുടെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടീനെ കുറിച്ച് ആശിക്ക ആ കുട്ടി പോയിട്ട് ചോദിച്ചല്ലേ സാർ മാഡത്തിന് നമുക്ക് തിരിച്ചു കിട്ടുമോ അറിയില്ല എന്നാണ് അവൻ പറഞ്ഞത്. കാരണം അത്രയും ആ സമയത്തും അവരെ കയ്യിലത് എത്തുന്നില്ല. അതാണ് അള്ളാഹു എന്നെ ഈ രോഗത്തിന്റെ എല്ലാ ഭയാനതകളും കാണിച്ചു തന്നിട്ട് സുരക്ഷിതമായി ഒരുപാട് മനോഹരമായ പാഠങ്ങൾ പഠിപ്പിച്ച് എന്നിട്ട് സുരക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്. ഇതിന് ഞാൻ മനോഹരമായ സമ്മാനം അതല്ലാണ്ട് പിന്നെ എന്താ പറയേണ്ടത്, മനോഹരമായ കാവലിൽ തന്നെയായിരുന്നു ഞാൻ. ആ പേരെന്നെ നമുക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യണ മനോഹരമായ കാവലിൽ തന്നെ ആയിരുന്നു ഞാൻ. ഇപ്പൊ നിങ്ങളെ സ്റ്റോറി കേട്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു ആയത്ത് സൂറത്തുൽ ബക്കറയിൽ പടച്ചോൻ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതായത് പടച്ചോൻ ഓൻ്റെ അടിമകൾക്ക് താങ്ങാൻ കഴിയുന്നതേ കൊടുക്കുള്ളൂ. അത് വളരെ ശരിയായിട്ടുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കഥയിൽ മൊത്തം ഞാൻ അങ്ങനെ അലിഞ്ഞിരുന്നു പോയി. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ആളുകൾ, ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ എന്താ പഠിച്ചോ എനിക്ക് മാത്രം ഇങ്ങനെ പ്രയാസം തരുന്നേ, എന്താ അങ്ങനെ പരീക്ഷണം തന്നെ, അത് താങ്ങാൻ കഴിയാതെ എത്രയോ ആളുകൾ ഈ പഠിച്ചോ അത്രയും പ്രഷ്യസായി നൽകിയ ലൈഫ് തന്നെ വേണ്ടാന്ന് വെക്കുന്നുണ്ട്. പക്ഷെ ഇത്രയധികം കടമ്പകൾ കടന്നു പോയിട്ട് പോലും തളരാതെ പടച്ചോനിലേക്ക് കൂടുതൽ അടുക്കുക ചെയ്ത് ശരിക്ക് പടച്ചോന്റെ ആ ഒരു അനുഗ്രഹം തന്നെയായിരുന്നു നിങ്ങളെ ഒരു അസുഖം എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്നത്തെ നമ്മളെ തലമുറയുള്ള കുട്ടികളുണ്ട് നിസാര കാര്യങ്ങൾക്ക്, ചെറിയ കാര്യങ്ങൾക്ക് ഇപ്പൊ നമ്മൾ തന്നെ കേട്ടു പോകുമ്പോൾ ഇതിനൊക്കെയാണോ ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ ഇത്രയും നിസാര കാര്യത്തിനാണോ എന്ന് നമുക്ക് പലവട്ടം തോന്നുന്ന പല കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷെ എത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും പടച്ചോനിൽ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ നമുക്ക് വേറെ ഒന്നും പ്രശ്നമില്ല. ഇഹലോകത്ത് നമ്മൾ ആലോചിക്കണേല. ഇപ്പൊ നിങ്ങളെ കഥയിൽ ഇപ്പോൾ എനിക്കൊക്കെ ഒരു ചിന്ത ഉണ്ട്, ഞാനൊന്നും ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഇനി എന്താ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ മകന്റെ അവസ്ഥ എന്തായിരിക്കും, ഞാൻ ഇല്ലാണ്ടായ ഒന്നും കറക്റ്റ് അല്ല, അങ്ങനെ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ഇല്ലാതായ ഇവിടെ ഒന്നും നടക്കൂല എന്നുള്ളത്. പക്ഷെ പടച്ചോന്റെ ഒരു കാവല് എല്ലാവരുടെ മേലുണ്ട്. പടച്ചോനെല്ലാം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, എന്ത് എങ്ങനെ എപ്പോ നടക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുകയാണ് വേണ്ടതെന്നുള്ളത് ഹവ്വത്താന്റെ ഒരു ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇന്നത്തെ തലമുറക്ക് എന്തൊരു മെസ്സേജാണ് കൊടുക്കാനുള്ളത്, അപ്പൊ അങ്ങനെ ലൈഫിൽ എന്ത് വന്നാലും പോസിറ്റീവായി നേരിടുക എന്നുള്ളതിൽ. അതില് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തവക്കലാണ്, ഞാൻ ചെയ്തത് തവക്കലാണ്. അപ്പൊ ഈ തവക്കല് ചെയ്യുമ്പോഴൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തവക്കല് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 രീതിയിൽ, അതായത് നമുക്കൊരു ശക്ക് വന്നിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കാര്യം അതങ്ങനെ ആവുമോ, ഇതിങ്ങനെ ആവുമോ. ഇപ്പം ഞാൻ തവക്കൽ ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അതായത് കംപ്ലീറ്റ് ആയിട്ട് തവക്കൽ ചെയ്യുക ചെയ്തത്. ഒരു സംശയം അതിൻ്റെ ഇടയിൽ പാടില്ല. അല്ല ഉണ്ട്, അല്ല നമ്മളെ കൂടെ ഉണ്ട്. ഞാൻ ഡോക്ടർമാരോട് ആവർത്തിച്ചതാ പറഞ്ഞത്, എൻ്റെ ഈ കയ്യിൽ വീണ്ടും ഇത് തിരിച്ച് വരും എന്നുള്ളത് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അല്ല ഉണ്ട്, അള്ളാഹു, ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടോ, അള്ളാഹു എനിക്ക് ഇത് തിരിച്ചു തരണം എന്ന് അള്ള ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എനിക്ക് തിരിച്ചു തരൂല്ല, എനിക്കൊരു പരാതിയുമില്ല. അങ്ങനെ ചിന്തിച്ച്, അതായത് കംപ്ലീറ്റ് ആയിട്ട് തവക്കലായിരുന്നു. അപ്പോൾ അവിടെ പരാതി പാടില്ല, കാരണം അള്ള ഉദ്ദേശിച്ചതാണ്. ഞാൻ അള്ളാല് തവക്കൽ ചെയ്ത് അള്ളാന്റെ തീരുമാനം പോലെ അങ്ങനെ ചെയ്ത സമയത്ത് കിട്ടിയൊരു ശക്തിയാണിത്. അതാണ് ഈ മനോഹരമായ കാവല്. ആ കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കടന്നുപോയതൊന്നും ഒരു പ്രയാസേ അല്ല. എന്നെക്കാട്ടൊക്കെ പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരുപാട് മനുഷ്യരുണ്ട്. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളെ ഇടയിൽ തന്നെ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്.
അതിലൊരു ഉദാഹരണമാണ് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ, കാരണം ഞാൻ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒരു തെറ്റിദ്ധാരണ വരരുത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു വലിയ പ്രയാസത്തിലല്ല അതിജീവിച്ച്, അതിനേക്കാൾ പ്രയാസം ഇപ്പം ഞാൻ തിരിച്ച് ലൈഫിലേക്ക് വന്നു. അൽഹംദുലില്ലാ, ഞാൻ തിരിച്ചു വന്നു. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ, ഞാൻ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റബ്ബിൻ്റെ ഒരു കാവൽ തന്നെയായിരുന്നു. അതെല്ലാ തരത്തിലും. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളല്ലേ, പാപമോചനം ലഭിക്കുക, ഒരുപാട് അനുഗ്രഹങ്ങൾ സത്യവിശ്വാസികൾക്ക്. അള്ളാഹു രോഗിയായ ഒരാൾക്ക് അല്ലേ ഇലകൾ കൊഴിഞ്ഞു പോകുന്ന പോലെ പാപങ്ങൾ പുറത്തു വന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ ജീവിതത്തിൽ ഞാൻ ശരിക്കും അതെനിക്കൊരു പരീക്ഷണമായിട്ട് തോന്നിയിട്ടില്ല. പരീക്ഷണം എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞ് ഞാൻ അവരെ അങ്ങോട്ട് തിരുത്തുമായിരുന്നു. എന്നാ എനിക്കിത് പരീക്ഷണമായിട്ട് തോന്നിയെന്നറിയോ, ഞാൻ ലൈഫിലേക്ക് തിരിച്ച് വീണ്ടും കയറി വന്നപ്പോൾ എനിക്ക് തിരിച്ച് റബ്ബ് എല്ലാം തന്നു. അൽഹംദുലില്ലാ. ഈ ഒരു കാല് എനിക്ക് പഴയ ഒരു വീക്ക്നെസ് ഉണ്ട്. അൽഹംദുലില്ലാ, അത് എനിക്കൊരു അനുഗ്രഹമാണ്. കാരണം റബ്ബിനെ ഞാൻ എന്തെങ്കിലും മറന്നു പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാലിലേക്ക് നോക്കിയാൽ മതി. അത് അൽഹംദുലില്ലാ, അത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ടാണ്, എൻ്റെ ശരീരത്തിലുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ കൈകൾ അല്ലേ പൂർണ്ണമായിട്ട് ഇളകി. എൻ്റെ മകളെ ഞാനിപ്പോൾ മോളെപ്പോൾ ഞാൻ എടുത്ത് ഇങ്ങനെ പൊന്തിച്ചേക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ അവൾ വെയിറ്റ് കൂടിയതുകൊണ്ടാണ്. അതിൻ്റെ മുന്നേ ഞാൻ അവളെ ശരിക്കും പൊന്തിച്ചിരുത്തുകയും എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു തരത്തിലേക്ക് എൻ്റെ കൈകളെത്തി അല്ലേ. അപ്പോൾ സത്യത്തിൽ പരീക്ഷണം എപ്പോഴാണ്? നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളല്ലേ ശരിക്കും യഥാർത്ഥ പരീക്ഷണം എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് വീണ്ടും മനസ്സിലാക്കിയൊരു കാര്യമാണ്. വീണ്ടും അതായത് തിരിച്ച് വന്നതിന് ശേഷമുള്ളൊരു തിരിച്ചറിവാണത്. ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളാണ് യഥാർത്ഥ പരീക്ഷണം. അപ്പം ഞാൻ എൻ്റെ എല്ലാ നിസ്കാരത്തിലുള്ള ഒരേ ഒരു പ്രാർത്ഥന, റബ്ബേ എൻ്റെ അവസാന നിമിഷത്തിൽ അല്ലേ, നമ്മൾ ഇത്രയൊക്കെ മനസ്സിലാക്കി അവസാന നിമിഷം വരെ റബ്ബേ ഈ ഈമാൻ നിലനിർത്തി തരണേ, ആമീൻ. അപ്പോൾ എൻ്റെ അവസാന ശ്വാസത്തിൽ കലിമ ചൊല്ലിക്കൊണ്ട് റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട അടിമയായിട്ട് ഈ ലോകത്തുനിന്ന് പോകാൻ എനിക്ക് പറ്റണേ എന്നുള്ളത്. ഞാൻ ഉംറയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പോയിരുന്നു. ആ സമയത്ത് ഞാൻ തവാഫ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാണ്. കാരണം അത്രയും എനിക്ക് ലൈഫിൽ ഇപ്പോൾ ഞാൻ പേടിക്കുന്ന ഒരു കാര്യമാണത്. കാരണം ഇത്രയും തിരിച്ചറിവ് എന്നെ റബ്ബ് ഏൽപ്പിച്ചത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തത്തിലല്ലേ, അപ്പോൾ ഇത് എന്താണ് റബ്ബ് എന്ന് മനോഹരമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അപ്പോൾ റബ്ബിനെ ഏറ്റവും മനോഹരമായിട്ട് എൻ്റെ ചുറ്റുമുള്ള ലോകത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഇപ്പം എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ലോകത്തുള്ളൊരു ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ, ആമീൻ. അപ്പോൾ ഈ കുട്ടികളോട് പറയാൻ ഇപ്പോൾ ഉള്ളത്, അതായത് ഞാൻ കടന്നു വന്നതൊന്നും ഒരു പ്രയാസമല്ല. അപ്പോൾ ഇതിനൊരു ഉദാഹരണമാണ്, ഞാൻ ഈ റീകാസ്റ്റ് മീഡിയയിൽ എനിക്ക് ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഞാൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പുസ്തകം എഴുതിയതിനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത്, ഞാൻ ഈ പുസ്തകം എഴുതുന്ന സമയത്ത് എനിക്കിപ്പോഴും എഴുതുന്ന സമയത്ത് ഈ ഇടതുഭാഗം തളർന്ന സമയത്ത് ഒരുപാട് ഉപയോഗിച്ചു. പിന്നെ ഞാൻ ഡെന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു 6-7 വർഷം പഠിക്കുന്ന സമയത്തും ഒക്കെ ഈ കുനിഞ്ഞിട്ടാണല്ലോ. ഓൾറെഡി അവിടെ ഒരു ട്രിഗർ പോയിന്റ് ഉണ്ടായിരുന്നു, അത് അധികമായി നന്നായിട്ട്, അതായത് ഓവറായിട്ട് നമ്മൾ വലത് കൈ യൂസ് ചെയ്യുമ്പം എഴുതുമ്പം എനിക്ക് നല്ല പെയിൻ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കാക്കും രാത്രിയൊക്കെ ഇരുന്നിട്ടായിരുന്നു ബുക്ക് എഴുതൽ. അപ്പോൾ ഐസ് പാക്ക് വെച്ച് എൻ്റെ അന്നത്തെ ഒരു ഇതിൽ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ ഇത് എഴുതിയെന്ന് ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു പോയിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറേ ആളുകൾ ഇന്നെങ്ങനെ പരിചയപ്പെടാൻ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കണം. അങ്ങനെ എനിക്കൊരു മെസ്സേജ് ഇങ്ങനെ തുരുതുരേ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പരിചയപ്പെടുത്താണ്, ഞാൻ ഇന്ന ആളാണ്. എന്നിട്ട് കുറേ വീഡിയോസ് ഇങ്ങനെ അയക്കാണ്, ആളുടെ വീഡിയോസ്. ഞാൻ ആ വീഡിയോ സ്റ്റക്കായിപ്പോയി. അതാരാന്ന് പറഞ്ഞാൽ അബ്ദുള്ള കാട്ടുകണ്ടി എന്ന പ്രത്യാശയുടെ അത്ഭുത ഗോപുരം, എൻ്റെ അതിജീവന കഥ എന്ന 2 പുസ്തകങ്ങൾ എഴുതിയൊരു മനുഷ്യനാണ്. മൂപ്പരെക്കാട്ടും വലിയൊരു ഉദാഹരണം ആരുടെ മുന്നിൽ എനിക്ക് വെക്കാനില്ല. അപ്പോൾ മൂപ്പരിനോട് ആ കഥ പറയാ. അതായത് 33 വർഷങ്ങൾക്ക് മുമ്പ്, മൂപ്പര് ഒരു 34ാമത്തെ വയസ്സിലായിരിക്കും. മൂപ്പർക്ക് 3 കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ഒരു വൈഫിന് ചെറിയ പ്രായമുള്ളൂ. സമയത്ത് അവർ ജീപ്പിലൂടെ ഇങ്ങനെ കോഴിക്കോട് ടൗണിലൂടെ എന്തോ ബിസിനസിന്റെ ആവശ്യത്തിന് ഇങ്ങനെ പോകുമ്പോൾ നല്ല മഴക്കാല, കാറ്റത്ത് ഒരു കൂറ്റം മരം ഈ ജീപ്പിന്റെ മുകളിൽ മൂപ്പരിയ്ക്കുന്ന ഭാഗത്തേക്ക് വീഴാണ്.
അങ്ങനെ മൂപ്പരെ കഴുത്തിന് സ്പൈനൽ കോഡിന് ഇഞ്ചറി സംഭവിച്ചിട്ട് കഴുത്തിന് താഴേക്ക് കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോവുക. അപ്പോൾ മൂപ്പര് ഇങ്ങനെ സാധാരണ സംഭവിക്കുന്ന ആളുകൾ സാധാരണഗതിയിൽ ഒരു 4 ചുവരിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങും. ഡോക്ടർമാർ മൂപ്പരെ മരണം വിധി എഴുതിയതാ. പക്ഷെ മൂപ്പർക്ക് അള്ളാഹു ഒരു ശക്തി കൊടുക്കുകയാണ്. അതായത് മൂപ്പർക്ക് ഖുർആനാണ്, മൂപ്പർ പറയുന്നുണ്ട്, ഖുർആനാണ് എൻ്റെ ജീവിതത്തിൽ വെളിച്ചം നൽകിയതെന്ന്. ഖുർആനിൻ്റെ വാക്കുകൾ തിരിച്ചൊരു പ്രതീക്ഷ നൽകുകയാണ്. അപ്പോൾ മൂപ്പര് പതിയെ പതിയെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായിക്കുമ്പോൾ ആലോചിക്കണം, കഴുത്തിന് താഴെ ഒരു ചലനം ഇല്ലാത്തൊരു മനുഷ്യൻ വായിക്കുക എങ്ങനെയാന്നുള്ളത് എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാ. പിന്നെ മൂപ്പര് എഴുതാൻ ശ്രമിക്കുകയാണ്. ഇപ്പം എനിക്ക് വീഡിയോ അയച്ചെന്ന വീഡിയോകൾ നമ്മൾ ശരിക്കും കാണേണ്ട വീഡിയോ. വായന്റെ ഉള്ളില് പെന്ന് വെച്ചിട്ട് മൂടി തന്നും ആ വായ കൊണ്ട് ഇളകാത്ത വിരല് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് മൂപ്പര് എഴുതാൻ ശ്രമിച്ചത്. മൂപ്പരെ സമർപ്പണ ബോധം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ക്ഷമ കൊണ്ടും വൈഫിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്, ഫാമിലിന്റെ. ഇതിന് ചുറ്റുള്ളവരെ സപ്പോർട്ട് ഒരു വലിയ ഘടകമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ വളരെ പ്രയാസമായിരുന്നു. പിന്നെ മൂപ്പര് സാധാരണ മനുഷ്യരെ എഴുതുന്ന പോലെ മനോഹരമായ കയ്യെഴുത്തിലേക്ക് വരികയാണ്. അങ്ങനെ മൂപ്പര് എഴുതി തീർത്തതാണ് ഈ 2 പുസ്തകങ്ങൾ. അപ്പം ഞാൻ ചിന്തിച്ച്, ഞാൻ ഇത്രയും ഇതില്ലാത്ത ഞാൻ എന്തിനങ്ങനെ ഞാൻ പറഞ്ഞു. മൂപ്പര് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് മൂപ്പര് പറഞ്ഞിട്ടില്ല. മൂപ്പരെ ജീവിതം കണ്ട സമയത്ത് എനിക്ക് ഇന്നോട് തന്നെ ലജ്ജ തോന്നിപ്പോയി, ഞാൻ എന്തിനങ്ങനെ പറഞ്ഞു എന്നത് ആലോചിച്ചിട്ട്. അപ്പോൾ മൂപ്പര് ഈ അബ്ദുള്ളക്ക ഈ കിടക്കുന്ന രോഗികൾക്ക് കിടക്കപ്പുണ്ണ് വരുമല്ലോ, അതാണ് ഈ രോഗികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രയാസം. അദ്ദേഹം ഇതിന് ഒരു പൊസിഷൻ കണ്ടുപിടിക്കുകയാണ്. കമിഴ്ന്ന് കിടന്നുകൊണ്ട് ഒരു പുതിയ പൊസിഷൻ കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ പോലെ കിടക്കുന്ന ആളുകൾക്ക് അതേപോലെ കിടക്കുന്ന ആളുകൾക്ക് ഈ പൊസിഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാലിയേറ്റീവിലും എല്ലാ ദിവസവും അദ്ദേഹം കുറിപ്പുകൾ എഴുതുന്നുണ്ട്. എല്ലാ ദിവസവും വരും. അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഫോൺ തുറന്നാൽ ഇതിൽ കുറിപ്പ് വരും. നമുക്ക് തോന്നും അത് വളരെ സിമ്പിളായിട്ടൊരു കുറിപ്പാന്നല്ല. അതിന് അദ്ദേഹം എടുക്കുന്ന ഒരു പ്രയത്നമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ ഒരു ശക്തി കിട്ടിയത്? എന്താ? അതായത് തവക്കലാണ്. രണ്ടാമത് ഖുർആന്. എനിക്ക് ചിന്ത പോയിട്ടുണ്ട്. അതായത് ഞാൻ ലൈഫില് ചെറുപ്പത്തില് ഖുർആന് സ്ഥിരമായിട്ട് അർത്ഥം അറിഞ്ഞു, ആശയം അറിഞ്ഞു വായിക്കുന്ന ഒരാളായിരുന്നു. അതേപോലെ പ്രയാസം വരുമ്പോൾ ഞാൻ അത് തുറന്നു നോക്കുന്ന ഒരാളായത് കൊണ്ടായിരിക്കുമല്ലോ ഞാൻ ആ ഒരു സമയത്തൊന്ന് തുറന്നു നോക്കി എന്റെ മുന്നിലേക്ക് അള്ളാഹ് ആയത്തെത്തിച്ചത്. അപ്പോ ആ ഖുർആനുമായിട്ട് ഉള്ള ആ ഒരു ബന്ധം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്നൊരു ശക്തി, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശക്തി എന്നാണ് അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. അപ്പോൾ റബ്ബിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ലോകത്ത് പ്രതീക്ഷ ഇല്ലാത്ത ആളുകൾക്ക് നിരാശ വരിക, പ്രതീക്ഷ ഇല്ലാത്ത ആളുകളാണ് നിരാശയിലേക്ക് പോവുക. സത്യവിശ്വാസികളായ ആളുകൾക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടാവണം. എന്തുകൊണ്ടാണ്? മനോഹരമായിട്ടുള്ള ഒരു ലോകം ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ, അല്ലെ? നമ്മൾ ഈ ലോകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? റബ്ബിന് ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. ആ ഒരൊറ്റ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു ഹൈറല്ല ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു ഒരിക്കലും മനുഷ്യരെ പ്രയാസപ്പെടുത്തൂല. അതിലെന്തെങ്കിലും ഒരു ഹൈറുണ്ടോ? ചിലപ്പോൾ ഈ ലോകത്ത് നമുക്ക് ഭയങ്കര പ്രയാസമായ ഒരു കാര്യമായിരിക്കും, അല്ലേ? ഇപ്പൊ അബ്ദുള്ളഖാന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹം പൂർണ്ണമായിട്ട് ഇനി അദ്ദേഹത്തിന് തിരിച്ച് ഈ ലോകത്ത് അത് കിട്ടുമോ? ഇല്ല. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് നിരാശനായില്ല, അല്ലേ? അദ്ദേഹം ഈ ലോകത്തുനിന്ന് നാളെ പരലോകത്തേക്കുള്ള നന്മകൾ നേടിയെടുത്തോണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ ഒരു പ്രതിസന്ധിനെ അവസരമാക്കി മാറ്റുകയാണ്, അല്ലെ? അപ്പൊ നമ്മളെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ ഇപ്പോ അദ്ദേഹമൊക്കെ ആക്കിയ പോലെ പ്രതിസന്ധികൾ എന്താക്കാൻ പറ്റും? നമുക്കും പറ്റും ഇൻഷാ അല്ലാ. അപ്പൊ അതിന് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റബ്ബിലേക്ക് തവക്കൽ ചെയ്യാം. അത് തന്നെയാണ് അതിന് വേണ്ടത്. അതുപോലെ ഖുർആനിലോ ഞാൻ ഈ അടുത്താണ് ഇഖ്റ എന്ന് പറഞ്ഞുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അതില് ഓരോ ദിവസം ഓരോ ആയത്ത്. അപ്പോൾ ഞാനത് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കൂടുതൽ ലൈഫിലേക്കൊരു വല്ലാത്തൊരു അനുഭൂതി കടന്നു വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ
നമ്മൾ ഖുർആനിനോടുള്ള അടുപ്പം സൂക്ഷിക്കുന്നത് നമ്മളെ ലൈഫിൽ വല്ലാത്ത പ്രതീക്ഷ നൽകുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ശരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജീവിതം അവത്താൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ തുറന്ന് വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ വന്നാലും പഠിച്ചവൻ കൂടെ ഉണ്ട്. ഇപ്പോൾ ഖുർആൻ പഠിച്ചവൻ നമ്മളോട് പറയുന്നുണ്ട്, ഒരു പ്രയാസത്തിനൊപ്പം അല്ലെങ്കിൽ ഒരു ഞെരുക്കത്തിനൊപ്പം ഒരു എളുപ്പം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെ പ്രയാസം വന്നാലും നമ്മൾ പഠിച്ചവനിലേക്ക് എടുക്കുക. വലുതെന്തോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതെന്തോ നൽകി പഠിച്ചവൻ നമ്മൾ എന്ത് ചെയ്യും, സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ ഇഹലോകത്ത് കിട്ടിയില്ലെങ്കിലും നാളെ പരലോകത്ത് നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ കൂടി ജീവിക്കാം. നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷകളില്ലാത്തവർക്കാണ് എപ്പോഴും നിരാശ. ആ ഒരു പ്രതീക്ഷയോട് കൂടി ജീവിക്കുക. ഇവിടെ എന്ത് പ്രശ്നങ്ങൾ വന്നോട്ടെ, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയൊരു സ്വർഗം വിശ്വാസികളായ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വെറും നിസാരം മാത്രമാണ്. അതിനൊക്കെ മനോഹരമായിട്ട് തരണം ചെയ്യാൻ പറ്റും. ശരിയാണ്. ഈ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ എൻ്റെ പടച്ചോൻ്റെ കൂടെ ഉണ്ട്. എന്ത് പ്രയാസം പടച്ചോൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പരീക്ഷണത്തിൽ ഞാൻ എങ്ങനെ അത് നേരിടുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചോൻ അങ്ങനെ പരീക്ഷണം തരുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ എല്ലാം വളരെ സിമ്പിളാണ്. ഒക്കെ നമുക്കൊരു പുഞ്ചിരിയോടുകൂടി തന്നെ നേരിടാവുന്നതാണ്. കാരണം നമുക്കിപ്പോൾ ചരിത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രവാചകന്മാരുടെയും സ്വഹാബിമാരുടെ ഒക്കെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഭയങ്കര ഒരു ഇതിലാണ് പോണതില്ല, ഭയങ്കര ഒരു സേഫ്റ്റി ഇതിലാണ് പോണത്. ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ അനുഭവിച്ചുള്ള കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോൾ അവർ പോണ സ്വർഗത്തേക്കാണ് നമുക്കും പോകാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന ലോകത്തുണ്ടാവുന്ന പരീക്ഷണങ്ങളൊക്കെ വളരെ സിമ്പിളാണ് എന്നുള്ളത് മനസ്സിലാക്കി പഠിച്ചോനിലേക്ക് കൂടുതൽ അടുക്കുക. എന്തായാലും ഹവ്വത്തെ ഇത്രയും നേരം നമ്മളെ കൂടെ സംവദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ടായിരുന്നു, പല കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര സ്റ്റെക്കായിരുന്നു പോയി. ഓരോ മൊമെന്റ് ഇങ്ങനെ കേട്ട് ചില സമയത്ത് സങ്കടമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത്രയും മനോഹരമായിട്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ള, റബ്ബിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രീതിയുണ്ട്. അത് പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. നമ്മളൊക്കെ മനസ്സിലേക്ക് ചെറുപ്പം മുതലേ ഈ മദ്രസയിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് കയറി എപ്പോഴും നമുക്ക് നെഗറ്റീവാണ്. അപ്പൊ ഈ നരകശിക്ഷ അതാണ് നമ്മളെ തലയിലേക്ക് ഫസ്റ്റ് വരിക. പക്ഷെ റബ്ബ് എന്ന് പറയുന്ന ഒരു മനോഹരായ സത്യമാണ്. റബ്ബ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആ ഒരു സംഭവത്തിലാണ് പറഞ്ഞത്, എന്താ അള്ളാഹുവിന്റെ കാരുണ്യം. നമ്മളെ ഉമ്മ, അതിന് ഏറ്റവും ചെറിയ ഉദാഹരണം, ഇപ്പൊ നമ്മൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളോട് കാരണം കാണിക്കുക നമ്മളെ ഉമ്മാണ്. ഒരു നിമിഷം കണ്ണടച്ചിട്ട് നമ്മൾ ഉമ്മാനെ കുറിച്ചൊന്ന് ചിന്തിച്ചു വെക്കാം. ഉമ്മ എന്ന് പറയുമ്പോൾ നമ്മളെ ഹൃദയത്തിലൊരു ഫീലിംഗ് ആണ്. അപ്പൊ ആ കാരുണ്യത്തിന്റെ മുഴുവൻ ഉടമസ്ഥനായിട്ടുള്ള സർവശക്തനായിട്ടുള്ള റബ്ബിന് ഉള്ള കാരുണ്യം എന്തായിരിക്കും? അപ്പൊ റബ്ബിനോട് നമുക്ക് വരേണ്ട ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മളെ ഹൃദയത്തിൽ നിന്ന് വരുന്നൊരു ഫീലിംഗ് ആണ്, ഒരു മൊഹബത്താണ് ശരിക്കും. അപ്പോൾ ഏത് പ്രശ്നമായിക്കോട്ടെ റബ്ബ് കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ഭയം വേണം. അള്ളാഹുവിന്റെ എന്നോടുള്ള ഭയം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ ഒരു ഭയമല്ല വേണ്ടത് എന്താണ്, റബ്ബിന് ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളും പെട്ടുപോകൂലേ. ഉമ്മാനോടൊരു ഭയം ഉണ്ടാവുമല്ലോ. ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞതാണ്, നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റാം. അതായത് നമ്മള് റബ്ബിലേക്ക് അടുക്കുന്ന, റബ്ബിന്റെ ഇഷ്ടപ്പെട്ട നന്ദി കാണിക്കുന്ന അടിമകളിൽ നമ്മളും പെട്ടുപോകൂലേ എന്നുള്ളൊരു ഭയമാണ് നമ്മളെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിർത്തേണ്ടത് എന്നുള്ളതാണ്. ശരിയാണ്. ഇപ്പൊ ഹവ്വത്ത പറഞ്ഞ പോലെ ചെറുതിലേ മുതൽ നമ്മൾ പഠിച്ചോനെ കാണുന്നത് നരകത്തിന്റെ കാവൽക്കാരനായി, തെറ്റ് കണ്ട ശിക്ഷിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ പഠിച്ചോനെ കാണുന്നത്. ഞാനൊരു പാട്ട് അടുത്തൊരു സ്റ്റേജിൽ പാടിയിട്ടുണ്ടായിരുന്നു, അതോടെ ഒന്ന് പാടാം. നരകത്തിൻ വാതിൽ തുറന്നിരിക്കുകയല്ല അവൻ, തരുന്ന സ്നേഹങ്ങൾക്കൊന്നും അതിരുകളില്ല. മരണത്തിൻ ദൂതൻ ഞെരിക്കുകയില്ല, സുവർഗം നിൻ മനസ്സിൻ്റെ അകലയുമല്ല, നിന്റെ അണുമണി തൂക്കം നന്മ തിരയുവോനല്ല. മാഷാ അല്ലാഹ്, അടിപൊളിയായിട്ടുണ്ട്. ഇനിയും പാട്ടുകളൊക്കെ പാടാൻ കഴിയട്ടെ. അപ്പം എന്തായാലും പഠിച്ചോനെ കൂടുതൽ അറിയുക, പഠിച്ചോനെ നമ്മൾ ഇഷ്ടപ്പെടുക, അതാണ് ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളെ ജീവിതം ഏറ്റവും മനോഹരമാവാനും നാളെ പരലോകത്ത് വിജയിക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സ്റ്റെപ്പാണ് ഇവിടെ ഹവ്വത്ത് നമ്മോട് പറഞ്ഞത്. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക, പിന്നുള്ളതെല്ലാം വളരെ സിമ്പിളായിരിക്കും, വളരെ മനോഹരമായിരിക്കും. എന്തായാലും ഇൻഷാ അല്ലാഹ് ആ പഠിച്ചോൻ്റെ ആ ഒരു മനോഹരമായ കാവലിൽ നമ്മളിലെല്ലാവരും ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംബന്ധിച്ച ഹവ്വത്തയോട് നന്ദി പറയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.